കിടക്കാറായപ്പോഴാണ് നാളെ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്ന് സിദ്ധു പറയുന്നത്. ഞാൻ ചാടി എണീറ്റപ്പോ സിദ്ധുവിന് പെട്ടെന്നൊരു സംശയം ഉണ്ടായി. അപ്പേ അച്ചമ്മയ്ക്ക് BP കൂടുന്നത് എന്തിനാ? ഉറക്കം വന്ന് തൂങ്ങിയിരുന്ന ഞാൻ കലിതുള്ളി. ഇപ്പോ അതാണോ നിന്റെ പ്രശ്നം? അവിടെ മിണ്ടാതിരുന്നോണം. മുറിയിൽ സൂചി വീണാൽ കേൾക്കുന്നത്ര നിശബ്ദത. ഞാൻ അവനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ പുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ സിദ്ധു മൂത്രമൊഴിക്കണം എന്ന ആംഗ്യം കാട്ടി. വേഗം പോയിട്ട് വരാൻ ഞാനും ആംഗ്യം കാട്ടി. അവൻ TV റൂമിലൂടെ ടോയ്ലറ്റിലേക്ക് ഓടും വഴി ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന അച്ചമ്മ സ്വകാര്യമായി എന്തോ പറഞ്ഞു കൊടുത്തു. മൂത്രമൊഴിച്ച് തിരിച്ചു വന്ന സിദ്ധു ഞാൻ കഷ്ടപ്പെട്ട് പുസ്തകം നോക്കുന്നത് കണ്ടിട്ട് ഒച്ചയില്ലാതെ ചിരിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം തിരക്കിയിട്ടും അവൻ വാ തുറന്നില്ല. വീണ്ടും ചോദിച്ചപ്പോൾ മിണ്ടിക്കോട്ടെ എന്ന് സിദ്ധു ആംഗ്യത്തിലൂടെ ചോദിച്ചു. ഞാൻ സമ്മതിച്ചപ്പോൾ അവൻ പറഞ്ഞു, മഴ കാരണം നാളെ സ്കൂളില്ലെന്ന് അച്ചമ്മ പറഞ്ഞു. ഇനി വെറുതെ ടെസ്റ്റ് പേപ്പറിന് പഠിക്കണ്ടല്ലോ അപ്പേ. ഉറക്കം പോയ ദേഷ്യത്തിൽ ഞാൻ ഒച്ച വെച്ചു, നിനക്കിത് നേരത്തെ പറയായിരുന്നില്ലേ? സിദ്ധു തിരിച്ചു ഒച്ച വെച്ചു. മിണ്ടി പോകരുത് എന്നല്ലേ അപ്പ പറഞ്ഞത്? എനിക്ക് കലി കയറി. ഇങ്ങനത്തെ പിള്ളേരുണ്ടേൽ കാർന്നോമാരുടെ BP കൂടും. സിദ്ധു തിരിച്ചടിച്ചു. അച്ചമ്മയ്ക്ക് BP കൂടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി. അതോടെ ഞാൻ അങ്ങ് നിർത്തി. ശുഭം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.